നമ്മളോടൊപ്പം ശ്രീ മനാഫ് ഉണ്ട്. ഒരുപക്ഷെ മനാഫിനെ കേരളീയ സമൂഹം മുഴുവൻ ഒരുമിച്ച് ആഘോഷിച്ചതാണ്. അർജുൻ്റെ കാര്യത്തിൽ അർജുൻ്റെ കുടുംബത്തോട് മനാഫ് എന്താ പറയണേ, മനാഫ് ചെയ്ത ത്യാഗങ്ങൾ, അർജുൻ്റെ കുടുംബത്തോട് വീണ്ടും സമവായം സൃഷ്ടിച്ചത്, പല സാമൂഹിക കാര്യങ്ങളിലും ഇടപെടുന്നതൊക്കെ കൊണ്ട് മനാഫ് കേരളത്തിലെ എല്ലാവർക്കും പരിചിതനായ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കർണാടകത്തിലെ ഒരു വിഷയമാണ്. ആദ്യമൊക്കെ കേട്ടപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് വളരെ വേദന തോന്നിയൊരു വിഷയമാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര. സൗജന്യ എന്നൊരു പെൺകുട്ടിയടക്കം പല ആൾക്കാരും അവിടെ പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു തുടങ്ങിയ ശക്തമായ പരാതികൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളോളമായി താൻ 100-ലേറെ ആൾക്കാരെ മറവ് ചെയ്തു എന്ന് അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളി തെളിവ് സഹിതം കോടതിയിൽ എത്തിയതൊക്കെ എല്ലാവരെയും വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ഒക്കെ ചെയ്തു. ദേശീയ മാധ്യമങ്ങളടക്കം, ദേശീയ തലത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളടക്കം ഈ വിഷയം വളരെ ആക്റ്റീവായി എടുക്കുകയുണ്ടായി. ആ വിഷയത്തിൽ സജീവമായി ഇടപെടുന്ന, അവിടെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരാൾ കൂടിയാണ് ശ്രീ മനാഫ്. ശ്രീ മനാഫ്, അങ്ങേക്ക് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. ഞാനൊക്കെ ധർമ്മസ്ഥലയിൽ പോയിട്ടുള്ള ആളാണ്, ഇഷ്ടമുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നടന്നു എന്ന് ചൂണ്ടിക്കാണപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. എന്താണ് അങ്ങേക്ക് ഗ്രൗണ്ടിൽ നിന്ന് പറയാനുള്ളത്? കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ ഇതിന്റെ പിന്നിലാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇതിനൊരു വഴിത്തിരിവുണ്ടായത്. നിരന്തരം 2012 സൗജന്യ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം 2014 സൗജന്യന്റെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാവുന്നത്. അതിന്റെ പേരാണ് ജസ്റ്റിസ് ഫോർ സൗജന്യ. അവരുടെ നിരന്തരമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയും കഴിഞ്ഞ 4 മാസം മുന്നേ ഞാനും അതിന്റെ ഭാഗമായി. പിന്നെ ഈ ജൂണിൽ ഞമ്മക്കൊരു വഴിത്തിരിവുണ്ടായി. ഈ നമ്മൾ പറഞ്ഞുകൊണ്ട് നിന്ന ഈ കൊലപാതകങ്ങളുടെ ഒക്കെ ഒരു മറവ് ചെയ്ത ആള് പുറത്തേക്ക് വന്ന് അയാള് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ മുന്നിൽ പറയാൻ തയ്യാറായി. ഈ ആളുടെ ഒരു വിശ്വാസ്യത ഞമ്മക്കും കൂടി ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താക്കി പറഞ്ഞു കഴിഞ്ഞാല് ആ മറവ് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു അസ്ഥികൂടങ്ങൾ എടുത്ത് അതോട് കൂടിയിട്ട് ഇതിന്റെ വിശ്വാസ്യത 100% ബോധ്യപ്പെട്ട് അത് പ്രകാരം ഇപ്പം ജൂലൈ 3 കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത് അതിന് കോടതിയിൽ നിന്ന് ഉത്തരവുമായി. എവിടേക്കാണോ മറവ് ചെയ്തത് അതൊക്കെ എടുത്ത് പരിശോധിക്കാൻ വേണ്ടി പോലീസിന് അതിനുള്ള ഉത്തരവും കൊടുത്തതാണ്. പക്ഷെ ഇതുവരെ ആയിട്ട് ആ ഉത്തരവ് പാലിക്കപ്പെട്ടിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇതിന്റെ മീഡിയ കോർഡിനേറ്റർ എന്നുള്ള സ്ഥാനമാണ് എനിക്കുള്ളത്. അപ്പൊ കേരളത്തിൽ നിന്ന് ഏത് മാധ്യമ പ്രവർത്തകർക്കും അവിടെ വരാം. അതിന്റെ പൂർണ്ണ സംരക്ഷണം, അവരുടെ സെക്യൂരിറ്റി ഉത്തരവാദിത്തം എല്ലാം എന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പം ഈ ഒരു വിഷയമായിട്ട് നമ്മളിപ്പോ ഇന്നലെ ഒരു വിഷയം ഉണ്ടായി. പോലീസ് ഇതില് കാര്യമായി ഇടപെടുന്നില്ല. ഇന്നലെ ആ ശുചീകരണ തൊഴിലാളിക്ക് നമ്മൾ മുന്നേ വിളിക്കുന്ന പേര് ഭീമ എന്നാണ്. ഭീമനെയും കൊണ്ടിട്ട് ഇന്നലെ വക്കീലന്മാര് ഈ സ്പോട്ടിൽ വരികയും പോലീസിനോട് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനും ഒക്കെ ഏകദേശം ഒക്കെ ധാരണയായി. പക്ഷെ പോലീസ് എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറോളം അവിടെ കാത്തു നിന്നിട്ടും പോലീസിന്റെ ഒരു ഇതുണ്ടായില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ സാർ. പക്ഷെ ഞാൻ ഇവിടെയുള്ള കേരളത്തിലെ ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ജാതി മത ആ ആംഗിളിലേക്ക് കൊണ്ടുപോകാതെ ഇതിനെന്താക്കണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വപരമായ ഒരു വലിയൊരു വിഷയമാണ്. ഒരുപാട് ഇപ്പം നിങ്ങളെ ധർമ്മസ്ഥലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരുപാട് അമ്മമാര്, ഒരുപാട് ബന്ധുക്കള് അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ട് അവിടെ ഒരു ഉത്തരം കിട്ടാതെ നിൽക്കുന്നുണ്ട്. പല ആളുകളും ഭയം കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറക്ക് മുന്നിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോഴും അവിടെ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ ഭീഷണി ഉള്ളത് കാരണം ഒന്നും മുന്നോട്ടേക്ക് വരാൻ കഴിയില്ല. പല ആളുകളും ഈ സൗജന്യന്റെ കേസിൽ സാക്ഷിയായി നിന്നീന ആളുകൾ പല കാരണങ്ങളാൽ ദുരൂഹ സാഹചര്യങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ആർക്കും ഒരു സുരക്ഷിത ഇല്ല. പ്രത്യേകിച്ച് ഈ ആയിരക്കണക്കിന് ആളുകളെ എന്താ പറയുക 1000-ൽ പര ആളുകളെ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ഭീമക്ക് പോലും ഒരു സുരക്ഷിതത്വം ഇല്ല. ഭീമയെ കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നമ്പർ അവിടെ ഒരു കാര്യം ഇടപെട്ട് ചോദിച്ചോട്ടെ, 1000 എന്നുള്ളതാണോ കാര്യം? ചില മാധ്യമങ്ങളൊക്കെ അല്ല,
ഉം. അത് അത്രേ പറയണ അല്ല, ഞാൻ പറയാം, ഭീമ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഉം. അതായത് നമുക്കൊരു 100 പോട്ടെ, ഒരു 10 എടുത്താൽ തന്നെ ഇതിനൊരു ഒരെണ്ണം ആണെങ്കിൽ പോലും സീരിയസ് ആണല്ലോ. അതെ അതെ, ഒരെണ്ണം സീരിയസ് ആണല്ലോ, ഒരു സീരിയസ് ആയ വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും വലിയ ഒരു സാക്ഷി ഒരു സുരക്ഷിതത്വം ഇല്ലാതാണ് നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ എന്താണ് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഒരു എന്താ പറയുക, ഇത്ര വലിയൊരു പ്രമാദമായ കേസിന്റെ സാക്ഷി ഇന്നലെ 1 മണിക്കൂറോളം ആ റോഡിന്റെ വക്കത്ത് ഒരു കാറിൽ കാത്തു നിൽക്കുകയാണ്. ഒരു പിന്നിൽ നിന്ന് ഒരു ട്രക്ക് വന്ന് ഇടിച്ചാൽ തീരാവുന്ന ട്രക്കിന് അതേമാതിരി തന്നെ ബൊലോറോ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിക്കുന്നത് അവിടുത്തെ ഒരു സ്ഥിരം സംഭവമാണ്. അതുപോലെ തന്നെ ഈ എന്താ പറയാ, സ്ലോ പോയിസൺ എന്ന് പറയുന്നത്, അതും കർണാടകയില് വ്യാപകമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവമാണ്. വെള്ളത്തിൽ ഒരു ഓന്തിന്റെ മുക്കിയിട്ട് എന്താക്കും പറഞ്ഞാൽ, ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാല് എന്താ പറയാ, വളരെ സ്ലോയില് കുറെ ദിവസങ്ങൾ മാസങ്ങൾ എടുത്തിട്ടാണ് ആള് മരണപ്പെടുക. അതൊക്കെ അവിടെ സ്ഥിരമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഈ ഒരു അവസ്ഥയിൽ ഇയാൾക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ല. അത് മാത്രമല്ല, നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 വർഷമായിട്ട് നമ്മളെ ഈ രാജ്യത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആളുകള് കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾ മുന്നോട്ട് വരികയാണ്, അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ കുറെ വർഷമായിട്ട് ഇതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അത്ഭുതമാണ് ഈ കാര്യങ്ങൾ. ഇതിൽ ഈ ഭീമ പറയാത്ത കണക്കാണ് 485 പേരുടെ ഗവൺമെന്റ് കണക്ക്. അതായത് അവിടെ അമ്പലത്തിൽ വന്നിട്ട് അമ്പലത്തിന്റെ പരിസരത്തായിട്ട് മരണപ്പെട്ട ആളുകളാണ്. ചില ആളുകൾ അവിടുത്തെ പുഴയില് ഒഴുകി വന്ന ബോഡികള്, ചില ആ ലോഡ്ജുകളില്, പരിസരത്തുള്ള ലോഡ്ജുകളിലെ മരണം, പിന്നെ അവിടെയുള്ള കാട്ടില് മരിച്ചു വീണ് കിടക്കുന്നത്. ഇങ്ങനെ ഒരു ചെറിയ ധർമ്മസ്ഥല സാറ് പോയതാണല്ലോ, ചെറിയൊരു ടൗൺ ആണ്, ചെറുത്, വളരെ ചെറിയൊരു ടൗൺ ആണ്, ചുറ്റും കാടാണ്. ഈ ഈ ഒരു ചെറിയ സ്ഥലത്ത് കഴിഞ്ഞ 12 കൊല്ലത്തെ വിവരാവകാശ പ്രകാരം 485 പേരുടെ മരണങ്ങൾ ലിസ്റ്റ് നമ്മളെ കയ്യിലുണ്ട്. അതിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 485 പേരുടെയും പേരുകളുണ്ട്, അധികം അഡ്രസ് ഇല്ല. ഇതിപ്പോ എങ്ങനെ പറഞ്ഞ, ഇപ്പൊ ലോഡ്ജിൽ ഒരാൾ മരിച്ചാല് സാറിന് അറിയാലോ, ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ലോഡ്ജിൽ താമസിക്കുമ്പോ നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ട് പോലും ആ ആ മൃതശരീരങ്ങളൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അൺഐഡന്റിഫൈഡ് ബോഡീസ് ആണ്. ഇത് കൂടാതാണ് ഈ ഭീമ പറയുന്ന ഈ ഒരു കണക്ക്. അപ്പൊ ഞാനൊന്ന് സംക്ഷിപ്തമായിട്ടേ അത് അതായത് കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ, ധർമ്മസ്ഥല കർണാടകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിന്ദു പിൽഗ്രിമേജ് സെന്ററാണ്. എല്ലാവരും ബഹുമാനിക്കുന്നതാണ്. പക്ഷേ വളരെ ഞെട്ടിക്കുന്ന, വേദനാജനകമായ, സീരിയസ് ആയ പരാതികളാണ് അതിനെതിരെ ഉയരുന്നത്. ഇപ്പോൾ ഉദാഹരണം സൗജന്യയുടെ, അല്ലേ, 17 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൗജന്യയുടെ പീഡനവും കൊലപാതകവും. അതോടൊപ്പം ഈ വ്യക്തി പറയുന്നത് 100 കണക്കിന് അങ്ങനെ തലൗട്ടികൾ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ 100 ഈ ഭീമ എന്ന് പേരുള്ള ആ സാനിറ്റേഷൻ വർക്കർ, ആ പേര് പലപ്പോഴും ബാക്കിയുള്ളവർ കൊടുത്തതാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വം അടക്കമുള്ള കാര്യങ്ങൾ വളരെ ഡേഞ്ചറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യം കൊടുക്കുന്നത്, ആ ഭീമ എന്നൊരു പേര് കൊടുക്കുന്നത്. അദ്ദേഹം കോടതിയിൽ വരികയും തനിക്ക് ഗിൽറ്റുണ്ട്, കുറ്റബോധമുണ്ട് എന്ന് പറയുകയും, ഈ പുണ്യസ്ഥലത്ത് ഇത്രയധികം പാപകർമ്മങ്ങൾ നടന്നു എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ കാര്യം അതിനൊരു രാഷ്ട്രീയമോ സാമുദായികമോ ഒന്നും അല്ല. ഇത് എല്ലാ പാർട്ടിയിലെയും ആൾക്കാർ പല കാലത്തായി റേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ സീരിയസ് ആയി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അറിയണം, തിരിച്ചറിയണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ 2-3 സ്പെസിഫിക് കേസ് പറയാം. ഉദാഹരണം സൗജന്യയുടെ കേസ് വളരെ പ്രധാനമാണ്. സൗജന്യയുടെ കേസ് യഥാർത്ഥത്തിൽ പ്രേക്ഷകർ അറിയാൻ സംഭവിച്ചത്, ഒരു മനോരോഗി എന്ന് വിളിക്കുന്ന ആളെ 24 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അതെന്താ പറയുക, പിന്നീട് അയാളെ അങ്ങ് വിടുകയും മറ്റും ചെയ്യുകയുണ്ടായി. ഇന്നലെ ഞാനും ശ്രീ മനാഫും ഹാഷ്മിയുടെ ഫ്ലവേഴ്സ് ന്യൂസ് 24 ചർച്ച ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കാന്താര സിനിമയിലൊക്കെ കാണുന്ന പോലെ, കാന്താരയിലെ വില്ലൻ ഇതേപോലൊരു ഫ്യൂഡൽ സെറ്റപ്പ് ഉള്ള ഒരാളാണ്. അവിടൊക്കെ അവർ നയിക്കുന്നത് പോലത്തെ ഉള്ള ഒരു കാര്യമാണ് ഉള്ളത്. ഇനി കുറച്ചുകൂടെ തുറന്നു ചോദിക്കുകയാണെങ്കിൽ മനാഫ്ജി, ഈ വീരേന്ദ്ര ഹെഗാഡെ എന്ന് പറയുന്ന വ്യക്തി ഒരു സർവാദരണീയനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് BJP, കോൺഗ്രസ് അടക്കമുള്ളവരോട് അടുത്ത ബന്ധവും കാര്യങ്ങളുമാണ്. BJP രാജ്യസഭാ എം പി ആക്കിയ ആളാണ്. എന്നാൽ ഈ തീവ്ര ഹിന്ദുത്വ അജണ്ടകളൊന്നും പുള്ളി പ്രൊമോട്ട് ചെയ്യാറില്ല. പുള്ളി ജെയിനാണ്, അതും കൂടെയുണ്ട്. പുള്ളി ഹിന്ദു കമ്മ്യൂണിറ്റി പെട്ട ആളല്ല, പുള്ളി ഒരു ജെയിൻ കമ്മ്യൂണിറ്റി പെട്ട ആളാണ്. അവിടുത്തെ പൂജാരിമാർ ശിവാലി ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നൊക്കെ വരുന്നവരാണ്. ഈ ജെയിൻ ബണ്ടുകളാണ് യഥാർത്ഥത്തിൽ വീരേന്ദ്ര ഹെഗ്ഡെയൊക്കെ. ഒരു സംശയത്തിന്റെ മുൾമുന ആ കുടുംബത്തിലേക്ക് നീളുന്നുണ്ടോ? കാര്യം ഈ കുടുംബം ഇതിനെതിരെ ശക്തമായി കേസ് കൊടുക്കുന്നു. പല യൂട്യൂബ് വീഡിയോകൾ, ഉദാഹരണം സമീർ അടക്കമുള്ള യൂട്യൂബേഴ്സിന്റെ വീഡിയോ ടേക്ക്
ഡൗൺ ചെയ്യുന്നു, ന്യൂസ് മിനിറ്റിന്റെ ആർട്ടിക്കിൾ ടേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പം ഇതിന് ഒരു സംഘർഷമുണ്ടോ, ഇതിന്റെ പിന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റ് ഉണ്ടോ എന്നൊക്കെ വെളിയിൽ നിൽക്കുന്നവർക്ക് തോന്നാറുണ്ട്. പക്ഷെ എനിക്കതിൽ കൺവിൻസ് ആയത് ടൈംസിനോ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ വിമർശനാത്മകമായി തന്നെയാണ് കൊടുത്തത്. പൊതുവെ വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങൾ പോലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ട് എന്ന് സൂചിപ്പിച്ച് തന്നെയാണ് കൊടുത്തത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനൊരു മറുപടി പറയേണ്ട ബാധ്യത ശ്രീ വീരേന്ദ്ര ഹെഗാഡയ്ക്കില്ലേ? ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാൻ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ആ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത് പിന്നീട് ഈ ഡെഡ് ബോഡീസ്, അതായത് ഈ മൃതദേഹങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഇത് ആര് ചെയ്ത് എന്ത് ചെയ്ത് എന്നുള്ളതിലേക്ക് കടക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വിഷയം ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു തലത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ആദ്യ ഘട്ടത്തില് ഈ ഭീമ പറഞ്ഞ ആ ഒരു എന്താ പറയാ കുഴിമാടങ്ങളൊക്കെ നമുക്ക് തോണ്ടേണ്ടതുണ്ട്. അത് തോണ്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ആരുടേതെന്നുള്ളത് തന്നെത്താൻ അവിടെ എന്തായാലും വന്നിട്ട് ഇത്രയും മൃതദേഹങ്ങൾ ഉണ്ടാവൂലാലോ. അപ്പൊ അതെ, ഇത് വന്നിട്ട് ഇത് കുഴിച്ചെടുത്തതിന് ശേഷം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എന്തായാലും ഇപ്പൊ നമ്മൾ ശിരൂര് വിഷയം 72 ദിവസം എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ആയത്. പക്ഷെ അതിനേക്കാൾ എത്രയോ നീണ്ടു പോകുന്ന ഒരു വിഷയമായിരിക്കും ഇത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ 4000 ഏക്കർ ഭൂമി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഈ 4000 ഏക്കർ ഈ മൃതദേഹങ്ങളൊക്കെ കുഴിച്ചിട്ടത്, ഒരു കുട്ടീനെ കുഴിച്ചിട്ടത് ഈ പല ചാനലിലും പറഞ്ഞിട്ടുണ്ടാവും, ഒരു യൂണിഫോമോട് കൂടിയിട്ട് അടിയിലോട്ട് ഒരു വസ്ത്രവും ഇല്ലാതെ ആ കുട്ടിയുടെ സ്കൂൾ ബാഗും മറ്റുള്ള വസ്തുക്കളും ഒക്കെ കൂടി കൊണ്ടിട്ടാണ് ഭീമ കുഴിച്ചിടാൻ പോണത്. ഭീമയോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, കുട്ടിയെ വേറെയും ഈ സ്കൂൾ ബാഗും മറ്റുള്ളതും ഒരു കുഴി എടുത്തിട്ട് അതില് കുഴിച്ചിടാനാ. ഇത് രണ്ടും അവിടെ ഉണ്ടാവണം. ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴേ നമുക്ക് എന്താവുള്ളൂ. ഇങ്ങനെ പല ആളുകളും ഇപ്പൊ അനന്യ ഭട്ടിന്റെ അമ്മക്ക് മാരകമായിട്ട് അവരെ തട്ടിക്കൊണ്ടുപോയിട്ട് അവര് മരണപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാണ് കാട്ടിൽ ഉപേക്ഷിച്ച് പോയത്. പിന്നീട് 4 മാസത്തോളം അവർ കോമയിൽ കിടന്നിട്ടാണ്, അതും CBI ഉദ്യോഗസ്ഥയാണ് അനന്യ ഭട്ടിന്റെ അമ്മ. ഇന്നും അത് അനന്യ ഭട്ടിന്റെ അമ്മക്ക് ഒരു കേസ് കൊടുക്കാൻ സാധിച്ചിട്ടില്ലേനു. ഇപ്പോഴാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മാധ്യമങ്ങളും മറ്റുള്ളവരൊക്കെ ഒന്ന് ഉണർന്നപ്പോഴാണ് എന്താക്കുന്നത്, 23 കൊല്ലത്തിന് ശേഷം അനന്യ ഭട്ടിന്റെ അമ്മക്ക് കേസ് കൊടുക്കാൻ കഴിയുന്നത്. BSS കേൾക്കുന്നവർ മനസ്സിലാക്കണം, ആലോചിച്ച് നോക്കണം. CBIയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ്. അധികാര സ്ഥാനങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുകയും വേണ്ട രീതിയിൽ പരാതി കൊടുക്കാൻ കഴിയാതെയായി. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ എന്തോ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. 22 വർഷത്തിന് ശേഷം ഇന്നലെ എന്തോ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എന്താ കരുതുന്നത്? യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചിരിക്കാം? അതായത് ഇതിനോട് ബന്ധപ്പെട്ടൊരു മാഫിയ നിൽക്കുന്നു, അവർ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്യുന്നു, കൊല്ലുന്നു. എന്താ അത്? കാര്യം ഇതിന്റെ പകുതിയോ 4/1 എങ്കിലും സത്യമുണ്ടെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊലപാതക പരമ്പരയാണ്. അതായത് ഈ പറയുന്നതിന്റെ 25% അത് ശരിയാണെന്ന് തെളിഞ്ഞാൽ, ഒരുപക്ഷെ 100% ആയിരിക്കും. ഞാൻ അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഈ പറയുന്നതിന്റെ 4/1 ശരിയാണെന്ന് തെളിഞ്ഞാൽ ഇന്ത്യ ഇന്നേ വരെ കാണാത്ത, ഒരുപക്ഷെ ഒരു OTTയിലോ ക്രൈം ത്രില്ലറിലോ സിനിമയിൽ പോലും വരാത്ത അതായത് ഒരു സിനിമാക്കാരൻ ഭാവനയിൽ ഇമാജിനേഷനിൽ തീവ്രതയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഒരു സിനിമാക്കാരന് പോലും തീവ്രതയോടെ ചിന്തിക്കാൻ കഴിയാത്ത അത്ര ദുരനുഭവങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായി എന്നുള്ളതാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിന്റെ തൊട്ടപ്പുറത്ത് ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ എന്താ ഒരു സംക്ഷിപ്തമായി മനഫായി എന്താ തോന്നുന്നത്? എന്തൊക്കെ സംഭവിച്ചു എന്നാ തോന്നുന്നത്? ഞാൻ ഈ 4 മാസത്തെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ഞാനായിട്ട് എനിക്കൊരു പേരുണ്ട്. ആ പേര് ഞാൻ എന്തായാലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കൂലോ, ഒരു കോമാളി ആവാൻ ആഗ്രഹിക്കൂലോ. ഞാൻ കണ്ട എന്റെ ഉത്തമ ബോധ്യമാണ് ഞാൻ ഇപ്പം മാധ്യമത്തിലൂടെ വിളിച്ചു പറയുന്നത്. അതായത് ഞാൻ ഷോക്കായി പോയി അവിടെ കണ്ട ആ കാര്യങ്ങൾ. അവിടെ പോയ എല്ലാ മാധ്യമങ്ങളും ഇപ്പം 24ന്റെ അവിടെ റഹീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ, അദ്ദേഹം പോകുമ്പോഴുള്ള ഒരു മെന്റാലിറ്റി അല്ല ഇപ്പൊ അവിടെ ഉള്ളത്. അദ്ദേഹത്തിന് മനസ്സിലായല്ലോ അവിടുത്തെ സിറ്റുവേഷൻ എന്താന്നുള്ളത്. അതാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ ഭയങ്കരമായ നിഗൂഢതയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അവിടെയുള്ള ആളുകളോട് സംസാരിച്ചാലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഇന്ത്യ ആയിക്കോട്ടെ ലോകം ആയിക്കോട്ടെ നെട്ടിപ്പോണ
ഇത്രയും വലിയ ഒരു എന്താ പറയാ കൊലപാതക പരമ്പരയാണ് ചുരുളഴിയാൻ പോകുന്നത്. ഇതിന്റെ ഏകദേശം അടുത്തെത്തിയത് കൊണ്ടാണ് ഇന്നലെയൊക്കെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തലും കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരു ഏഹ്, ഭീഷണികളൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, നമ്മളൊരു നാട്, നമ്മൾ ഈ രാജ്യം എത്രയോ കഷ്ടപ്പെട്ടിട്ട് എത്രയോ ആളുകൾ ബലിദാനം നൽകിയിട്ടാണ്, ഒരുപാട് ആളുകൾ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ജീവത്യാഗം നൽകിയിട്ടാണ് ഈ രാജ്യം ഉണ്ടായത്. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളഞ്ഞ പല രക്തസാക്ഷികളും മരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ടുണ്ടാവും ഒരു നല്ലൊരു രാജ്യം, ഒരു ബെറ്റർ വേൾഡ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് നമ്മളൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരുടെ ജീവൻ ത്യജിച്ചത്. പക്ഷേ ഇപ്പൊ എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഞാൻ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം കൂടി സാറോട് പറയട്ടെ. നമ്മൾ സമ്പാദിക്കുന്നത്, ബിസിനസ് ചെയ്യുന്നത് ഒക്കെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു നല്ലൊരു അതെ ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാരും ചിന്തിക്കേണ്ട മറ്റൊരു വശം കൂടി ഉണ്ട്. ഈ നമ്മൾ ഉണ്ടാക്കിയ പണവും നമ്മൾ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും ഈ മക്കൾക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയണം എന്നുണ്ടെങ്കിൽ നല്ലൊരു രാജ്യം കൂടി ഉണ്ടാവണം നമ്മളെ കയ്യിൽ. സുരക്ഷിതമായ ഒരു രാജ്യം കൂടി നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. നമ്മളെ മക്കൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും കൊടുത്തു പോകുന്നതിന്റെ കൂട്ടത്തിൽ നല്ലൊരു രാജ്യത്തിന് കൂടി കൊടുത്തിട്ടാണ് പോകേണ്ടത്. ഞാൻ ആ ഉദ്ദേശത്തിലാണ് ഇറങ്ങുന്നത്. എനിക്ക് എന്റെ മക്കളുണ്ട്, സാറിന് മക്കളുണ്ട്. നമ്മളില്ലാത്തൊരു കാലത്തും ഈ രാജ്യത്ത് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടിയിട്ട് ആ മക്കൾ ജീവിക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ, പക്ഷെ ഒരുപാട് അമ്മമാര് ഇന്നും ഈ അനന്യ ഭട്ടിന്റെ വിഷയം തന്നെ എടുക്കുക. അവർക്ക് ഒറ്റ മകളാ ഉണ്ടായിരുന്നത്. ആ മകളെ അവര് MBBS പഠിപ്പിച്ചു, മണിപ്പാൽ ഹോസ്പിറ്റലില് MBBS പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ MBBS പഠിച്ച ഒരു കുട്ടിനാണ് എന്താവുന്നത്, ആ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് കാണാതാവുന്നത്. ഇന്നും അവരുടെ കുട്ടിയുടെ മൃതശരീരം കിട്ടിയില്ല. ആ അമ്മനോട് ഞാൻ ഒരുപാട് മണിക്കൂർ സംസാരിച്ചതാണ്. ആ അമ്മ പറയാണ്, എനിക്ക് ഒരുപാട് പ്രായമായി, ഭർത്താവ് മരണപ്പെട്ട് ഇനി എനിക്ക് ആരുമില്ല. പക്ഷെ അവർക്ക് ഇതിന്റെ എന്താ പറഞ്ഞാല് ആരാണോ കൊന്നത് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് പോലും ആഗ്രഹമില്ല. അവർക്ക് അവരുടെ മകളെ എടുത്തിട്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞ, അമ്മ, ഇത് ഒരുപാട് പോരാട്ടം നീണ്ടുപോയാലും ഏതെങ്കിലും കാലത്ത് അമ്മ ഇല്ലാത്തൊരു കാലം വന്നാലും അനന്യ ഭട്ടിന് അന്ത്യസംസ്കാരം ഞാനെങ്കിലും മുൻകൈ എടുത്ത് ചെയ്യും. അത് അത്ര, കാരണം അത്ര വൈകാരികമായ നിമിഷങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പൊ എന്താ പറയുക, നമ്മളെ ജീവന് ഭീഷണി വരുമ്പോൾ തൽക്കാലം ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു എന്താ പറയാ, ഇതൊക്കെ ഒരു പ്രചോദനമാണ്. അപ്പൊ സാർ ഈ വിഷയം ഏറ്റെടുത്ത് തന്നെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയമാണ് സാർ. എന്തായാലും ഇനി ഒരുപാട് ഒരുപാട് പറയാം. ആളുകൾ ഇനി എനിക്ക് ഒരുപാട് ആളുകൾ എനിക്ക് അതേപോലെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളേ, മനാഫ് എനിക്ക് കുറച്ച് അവിടുത്തെ വിഷ്വൽസും തലയോട്ടികളുടെ കാര്യങ്ങളും ഒക്കെ അയച്ചു തന്നിരുന്നു. അതായത് അത് അത് എന്താ പറയണേ, ഇതിന്റെ യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസിന്റെ പെർമിഷനോടെ കാണിക്കാമെങ്കിൽ ഇതൊരു വളരെ, അതായത് അദ്ദേഹം കുറച്ച് വീഡിയോസും കാര്യങ്ങളും അയച്ചു, അവിടുത്തെ തലയോട്ടികൾ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. ഇതേ കാണുമ്പോൾ ഒരുതരം പേടിയാണ്. നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, നമ്മൾ എന്താ പറയുക, വിശ്വാസപൂർവ്വം പോകുന്ന ഒരു സ്ഥലത്തെ അത്തരം കാര്യങ്ങൾ, തലയോട്ടികൾ കണ്ടെടുക്കുക, മൃതശരീരങ്ങൾ കണ്ടെടുക്കുക, വളരെ ഞെട്ടുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇതിന്റെ സത്യം എന്താണെന്ന് വെളിയിൽ വരണം, അതിന്റെ നീതി എന്താണെന്ന് വെളിയിൽ വരണം. അതിന് പകല് പോയി എടുക്കാൻ കഴിയില്ല സാർ. ഇത് എടുത്തത് നമ്മള് രാത്രി 12:30-ക്ക് ശേഷം പോയിട്ട് 1.5 കിലോമീറ്റർ കാട്ടുകൂടി നടന്നിട്ടാണ് ഇത് പോയിട്ട് ഈ അസ്ഥിക്കൂടം എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ. അത് ടോർച്ച് അടിക്കാതെ അത്ര ഭയത്തോട് കൂടിയിട്ടാണ്. ഈ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ സൗജന്യന്റെ ഇതിൽ നിൽക്കുന്ന ജസ്റ്റിസ് ഫോർ സൗജന്യയിലെ പല ആളുകളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാരെയും കൊല്ലുക എന്നുള്ളതും കൂടി ഒരു ഒരു അജണ്ടയാണ്. അതായത് ഈ ഒരു സൗജന്യ, ഈ ധർമ്മസ്ഥലയെ കുറിച്ചുള്ള അവിടുത്തെ ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നെ, അത് എഴുതിയിരിക്കുന്ന ആളുടെ പേര് അഭിഷേക് എം, ഒരു യുണൈറ്റഡ് മീഡിയയുടെ അദ്ദേഹം അയച്ചു തന്നു. അതിൽ സൗജന്യ കേസ്, അനന്യ ഭട്ട് കേസ്, ഒരു നാരായൺ യമുന ഡബിൾ മർഡർ കേസ്, വേദവല്ലി ഹരാളെ കേസ്, പത്മലത കേസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സത്യങ്ങൾ വെളിയിൽ വരട്ടെ. ഈ പറയുന്ന നാലിലും പറയാം. ഇപ്പം വേറൊരു വിഷയം കൂടിയും, ഒരുപാട് ആളുകൾ ഈ സമയത്ത് കൊല ചെയ്യപ്പെട്ട ആളുകൾ തന്നെ ഇപ്പോഴും അവരെ ബന്ധുക്കള് ഭയപ്പെടുന്നുണ്ട്. ഇന്നലെ ഒരു ഫോൺ കോൾ വന്നിനു. എന്താ പറഞ്ഞു കഴിഞ്ഞാല് അവര് അധ്യാപികയിന് അവര് ഇവിടെ കാസർഗോഡ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരെ ഭർത്താവ് ധർമ്മശാലയിൽ എന്തോ ഒരു ശത്രുത ഇവരായിട്ടുണ്ടായി, കാസർഗോഡ് നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് കൊല ചെയ്യപ്പെട്ടത്. പക്ഷെ അവർക്ക് മുന്നോട്ട് വരാനുള്ള ഭയമുണ്ട്.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു മക്കള് മറ്റുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോ ഞാനോ സാറോ ഇത് സംസാരിക്കുമ്പോഴും നമ്മള് യഥാർത്ഥത്തിൽ ആ ഒരു മരണഭയം, അവരുടെ ഭീകരത നേരിട്ട് കണ്ടിട്ടില്ല. മറ്റുള്ളവരുടെ പറഞ്ഞറിവാ ഉള്ളത്. പക്ഷെ ഈ നേരിട്ട് അനുഭവിച്ച ആളുകൾ ഒരിക്കലും എന്താണ് ആ ട്രോമയിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഒരു വരാൻ ഭയപ്പെടുകയാണ്. അവരെ മാനസികമായി എന്താ പറയാ ധൈര്യം കൊടുത്തിട്ട് ഇനി കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകള് ഇനിയും ഈ വിഷയങ്ങൾ അറിയുന്നവർ മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. അവരൊക്കെ തീർച്ചയായും നോക്കി ഇപ്പൊ ഈ ഭീമനോട് ഞാൻ സംസാരിച്ചതാണ്. ഭീമ പറഞ്ഞത് ഞാൻ 2014 ശേഷം മുതൽ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് നിരീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണ്. കാരണം അയാൾക്ക് ഒരു കോൺഫിഡൻസ് വന്ന് 2025 ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ ഒന്ന് സ്ട്രോങ് ആയി എന്ന് കണ്ടപ്പോഴാണ് എന്താണ് ഇത് രംഗത്തേക്ക് വരുന്നത്. അതേപോലെ കുറെ ആൾക്കാർ ഇനിയും ഇതൊന്ന് സ്ട്രോങ് ആവട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായും തീർച്ചയായും മനാഫായി, ഒരു കാര്യം കൂടെ എനിക്ക് അതിൽ സൂചിപ്പിക്കാനുള്ളത്, അങ്ങേക്ക് എല്ലാവിധ അഭിനന്ദനവും. ശ്രീ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ആർജിച്ചെടുത്ത ഒരു ക്രെഡിബിലിറ്റി, വിശ്വാസ്യത കാരണം കൂടിയാണ് ഞാനടക്കമുള്ള ഒരുപാട് പേര് ഇതിൽ വിശ്വസിച്ചത്. കാര്യം ഇല്ലെങ്കിലേ അതെ, അതൊക്കെ ഒരു ആരോപണങ്ങളല്ലേ എന്ന് പറഞ്ഞ് അതൊരു വിശ്വാസത്തിന്റെ പരിചയം ഉപയോഗിച്ചുമൊക്കെ പല ആൾക്കാരും ഇതിനെ ബ്രഷ് ഓഫ് ചെയ്യും. പക്ഷേ ശ്രീ മനാഫ് അടക്കം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആ വിഷയം ഗൗരവമായി എടുക്കുന്നത് നമ്മുടെ പെൺകുട്ടികളാണ് മരിച്ചത്. വിശ്വാസികളായ നമ്മൾ വിശ്വാസികൾ ഇതിൽ ഇറങ്ങേണ്ട അതെ, കാര്യം നമ്മുടെ വിശ്വാസികളായ പെൺകുട്ടികളാണ്. നിരീശ്വരവാദികളല്ലല്ലോ അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നതും മറ്റും. വിശ്വസിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കാനോ ആത്മീയതയുടെ പാതയിലോ പോയ നൂറുകണക്കിന് പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു, കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അതിൽ അതിശക്തമായ രീതിയിൽ അന്വേഷണം ഉണ്ടാകണം. തെറ്റുകാർ വെളിയിലേക്ക് വരണം. അവരെ ഒറ്റപ്പെടുത്താനും ശിക്ഷിക്കാനുമുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അതിനുവേണ്ടി പോരാടുന്ന ശ്രീ മനാഫ് അടക്കം എല്ലാവർക്കും പ്രണാമം നേരുന്നു. അങ്ങ് വിജയിക്കട്ടെ. ദൈവം എല്ലാവിധ അനുഗ്രഹവും തരട്ടെ. മഞ്ജുനാഥ സ്വാമിയുടെ അനുഗ്രഹം അങ്ങേക്കുണ്ടാകട്ടെ. കാര്യം ആ സ്ഥലം ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. അതെ താങ്ക് യു. സാർ. താങ്ക്സ്. താങ്ക് യു സോ മച്ച്.